ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് അല്പം മനസ്സിലാക്കാനുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് എനിക്കും നിങ്ങൾക്കും വർദ്ധിപ്പിച്ചു തരികയും നാളെ പരലോകത്തേക്ക് മുതൽക്കൂട്ടാകുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് അവൻ നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമിൻ്റെ മജ്ലിസിന് നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും നമ്മുടെ കുറവുകൾ കൊണ്ട് തടയപ്പെടാതെ മുഴുവനായി നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുനിയവിയായ ജീവിതത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ റിസ്ക് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ. നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങളെ വളരെ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമാണത്, ഒരു വസ്തുതയാണത്. നമ്മുടെ സമയത്തിൻ്റെ സിംഹഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ റിസ്കിൻ്റെ കാര്യത്തിലായിരിക്കും. ദിവസത്തിൻ്റെ 1/3 ഭാഗമോ അതിൽ കൂടുതലോ റിസ്കിന് വേണ്ടി ചിലവഴിക്കുന്നവരാണ് മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഈ റിസ്കിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആളുകളിൽ പലരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചിട്ടുള്ള ഈ റിസ്കിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനങ്ങളെക്കുറിച്ചോ ആ റിസ്ക് വിശാലമായി അവന് ലഭിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചോ പലപ്പോഴും മനസ്സിലാക്കാറില്ല. റിസ്ക് വിശാലമാക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, റിസ്കുമായി ഉപജീവനവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അർ റസാഖ്. മനുഷ്യർക്ക് അവരെ പടക്കുകയും അവർക്ക് വേണ്ടതായ മുഴുവൻ ഉപജീവനവും ഉടമപ്പെടുത്തുകയും അത് വേണ്ട രൂപത്തിൽ വേണ്ട ആളുകൾക്ക് വീതം വെച്ച് നൽകുകയും ചെയ്യുന്നവനാണ് അർ റസാഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, ശേഷം നിങ്ങൾക്ക് വേണ്ട റിസ്ക് നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ ഖജനാവും അല്ലാഹുവിൻ്റെ അധീനതയിലാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും, മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരാകട്ടെ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് വേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തെയും അവൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, അവർക്കൊക്കെയും റിസ്ക് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ യാതൊരു ജന്തുവുമില്ല, അതിൻ്റെ ഉപജീവനം റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹ വ മുസ്തൗദഅഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവജാലത്തിൻ്റെയും അവരുടെ വാസസ്ഥലം എവിടെയാണ്, അവരെവിടെയാണ് മരണപ്പെട്ടു പോകുക, അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ സഞ്ചാര പാതകളൊക്കെ എവിടെയാണെന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്നവനാണ്. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ രേഖയിലുണ്ട്. അപ്പം നമ്മളൊക്കെയും ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഖത്തറിൻ്റെ ഭംഗി കാണാൻ വന്ന ആളുകളല്ല, മറിച്ച് റിസ്കിന് വേണ്ടി വന്ന ആളുകളാണ്. ഇവിടെ ഓരോരുത്തരും അവരുടെ ഉപജീവനം നന്നാക്കുന്നതിന് വേണ്ടി, ഉപജീവനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വന്ന ആളുകളാണ്. അവർക്ക് പല ആവശ്യങ്ങളുമുണ്ട്. ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാനുള്ള മാർഗങ്ങളായി സ്വീകരിച്ചിട്ടാണ് ആളുകൾ വിദേശത്തും മറ്റുമൊക്കെ ജോലി തേടി എത്തുന്നത്. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച റിസ്കിൽ നിന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കയ്യിലാണ് റിസ്ക്, നമ്മുടെ കയ്യിലല്ല. നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ യാത്രകളുമെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങൾ മാത്രമാണ്, സബബുകൾ മാത്രമാണ്. സബബുകൾ നിശ്ചയിച്ചത് കൊണ്ട് മാത്രം ലക്ഷ്യം നേടിക്കൊള്ളണമെന്നില്ല. എങ്കിൽ അതുകൊണ്ടാണ് നമ്മളെക്കാൾ എത്രയോ പരിശ്രമിക്കുന്ന ആളുകൾ ദുനിയാവിലുണ്ട്. അവർക്ക് വേണ്ട രൂപത്തിലുള്ള റിസ്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ വളരെ കുറഞ്ഞ അധ്വാനത്തിൽ തന്നെ ഒരുപാട് റിസ്ക് ഉണ്ടാക്കുന്നവരുമുണ്ട്. ഇതൊന്നും അവരുടെ മികവ് കൊണ്ടോ അവരുടെ പ്രത്യേകമായ എന്തെങ്കിലും കഴിവ് കൊണ്ടോ മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശാലമായി റിസ്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ ചിലർക്ക് റിസ്ക് എന്ത് ചെയ്യും, അത് കുടുസതയുള്ളതാക്കി തീർക്കും. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം, മുഴുവൻ റിസ്കിൻ്റെയും അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനാണ് അർ റസ്സാഖ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അർ റസ്സാഖായവൻ, എല്ലാത്തിനും റിസ്ക് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എത്രയോ ജീവജാലങ്ങളുണ്ട്, അല്ല മനുഷ്യരിൽ തന്നെ എത്രയോ ആളുകളുണ്ട്, അവർക്ക് റിസ്ക് ലഭിക്കാനുള്ള പണി പോലും അവർ എടുക്കുന്നില്ല. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ, എത്ര മൃഗങ്ങളാണുള്ളത്, അവരൊന്നും തന്നെ അവരുടെ സ്വന്തം റിസ്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുത്തിട്ടുള്ളതല്ല. അല്ലാഹു യർസുഖുഹാ വ ഇയ്യാക്കും, അല്ലാഹുവാണ് അവർക്ക് റിസ്ക് കൊടുക്കുന്നത്, നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നൽകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് കാര്യങ്ങൾ മുഴുവനും. അതുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ഹലാലായ മാർഗത്തിലൂടെ അല്ലാതെ നമ്മളത് തേടാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മാർഗങ്ങളുണ്ട്, അതെങ്ങനെയാണ് തേടേണ്ടത് എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള വിശാലമായ വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് വരുന്നില്ല. പക്ഷെ നമ്മളൊരു അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് മുഴുവൻ റിസ്കുമുള്ളത്. അത് നേടിയെടുക്കേണ്ടതും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാർഗത്തിൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞതാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റിസ്ക് തേടുന്ന കാര്യങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലു ഫി ത്വലബ്, നിങ്ങൾ റിസ്ക് തേടുന്ന കാര്യത്തിൽ ഭംഗിയായി നിർവഹിക്കണം. ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖുഹാ, കാരണം ഒരു മനുഷ്യനും അവനുള്ള റിസ്ക് പൂർത്തീകരിച്ചു എടുക്കുന്നത് വരെ അവൻ മരിച്ചു പോവുകയില്ല. അപ്പം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണ്ണിൽ നിന്നും നിശ്ചയിച്ച ഒരു റിസ്ക് ഉണ്ട്, അത് കിട്ടിയിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകുകയുള്ളൂ. നിങ്ങൾ എത്ര നേരത്തെ പോയാലും ചിലപ്പോൾ ആ റിസ്ക് തേടുന്നതിന് വേണ്ടി നിങ്ങൾ തിരിച്ചെത്തുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് പ്ലാനുകളുണ്ട്, പക്ഷെ അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തിരിച്ചു വിളിച്ചേക്കാം. റിസ്ക് അത് ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ചത് പൂർത്തിയാക്കാതെ ഒരാൾക്ക് മരണപ്പെടാൻ സാധിക്കുകയില്ല. വഇൻ അബ്ത അൻഹ, ഇനി ചില സമയത്ത് റിസ്ക് വരാൻ ചില താമസങ്ങളൊക്കെ ഉണ്ടാകും, അത് പതുക്കെയാകും. ഫത്തഖുല്ലാഹ വഅജ്മിലു ഫി ത്വലബ്, അപ്പോൾ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണം. റിസ്ക് തേടുന്ന കാര്യത്തിൽ ഭംഗിയാക്കി നിങ്ങൾ നിർവഹിക്കണം. ഖുദൂ മാ ഹല്ല വദഉ മാ ഹറും, അള്ളാഹു ഹലാലാക്കിയത് നിങ്ങൾ സ്വീകരിക്കുകയും അവൻ നിഷിദ്ധമാക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. റിസ്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് അള്ളാഹു അനുവദിച്ച കാര്യമല്ല. ശരിയാണ്, റിസ്ക് അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ അതിൻ്റെ മാർഗങ്ങളും അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങൾ തന്നെയായിരിക്കണം. അങ്ങനെയേ അത് നമ്മൾ നേടിയെടുക്കാൻ പാടുള്ളൂ എന്ന് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച റിസ്ക് നമ്മളത് തേടിയെത്തുക തന്നെ ചെയ്യും. നമ്മളതിൻ്റെ പരിശ്രമങ്ങൾ ചെയ്താൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗ അന്ന ഇബ്ന ആദം ഹറബ മിൻ റിസ്ഖി കമാ യഹ്റുബു മിനൽ മൗത്ത്, മനുഷ്യൻ മരണത്തിൽ നിന്ന് പേടിച്ചോടുന്നത് പോലെ റിസ്കിൽ നിന്നും പേടിച്ചോടിയാലും ശരി, ലഅദ്റഖഹു റിസ്ഖുഹു കമാ യുദ്രികുൽ മൗത്ത്, മരണം അവനെ തേടിയെത്തുന്നത് പോലെ റിസ്ക്കും അവനെ തേടിയെത്തും. എനിക്ക് റിസ്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി ഒളിച്ചാലും നിങ്ങളുടെ റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് നിങ്ങളുടെ അടുക്കൽ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിന് പേടി വേണ്ട എന്നാണ്. അതിന് സബബുകൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതല്ല. കാരണം തെളിവുകൾ പരസ്പരമാണ് മനസ്സിലാക്കേണ്ടത്. അതിന് കാരണങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല. റിസ്ക് കിട്ടാതായി പോകും എന്ന് പേടിക്കേണ്ടതില്ല. റിസ്കിനെ നിങ്ങൾ അങ്ങോട്ടാണ് തേടേണ്ടത്. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഹലാല് നിങ്ങൾ തേടണം എന്നുള്ള കാര്യമാണ്. ഒരിക്കലൊരു സംഭവം ഒരു പണ്ഡിതൻ്റെ അടുക്കൽ നിന്ന് കേൾക്കുകയുണ്ടായി. അദ്ദേഹം ഒരു രാത്രി കാലത്തൊരു മർക്കസിലേക്ക് യാത്ര തിരിച്ചതാണ്. 2 മണിയോ സമയത്തൊക്കെയാണ് ആ മർക്കസിലേക്ക് അദ്ദേഹം എത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്തായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് കടകളൊന്നും അവിടെ അടുത്തുണ്ടായിരുന്നില്ല. ആ സ്ഥലത്തെത്തിയപ്പോൾ ടാക്സി ഡ്രൈവർ ഒരു തുക പറയുകയുണ്ടായി. ഇയാളുടെ കയ്യിൽ അതിന് കണക്കായ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ഇയാളത് മുഴുവൻ നോട്ട് കൊടുത്ത് ബാക്കി പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഇയാൾ ടാക്സി ഡ്രൈവറുടെ കയ്യിൽ ബാക്കി തരാനുള്ള ചില്ലറകളൊക്കെ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ടാക്സി ഡ്രൈവറോട് നല്ല സ്വഭാവമൊക്കെ കാരണത്താൽ അദ്ദേഹത്തിന് കുറച്ച് ബാക്കി പൈസ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എത്രയാണോ പറയുന്നത് അതിനുശേഷം ചേഞ്ച് വാങ്ങണ്ട, ഞാൻ കൊടുക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ഈ ടാക്സിക്കാരൻ ഒരു അടവ് കാണിച്ചു. രാത്രിയാണ്, ഇനി എന്തായാലും കടകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് അയാൾക്കറിയാം. അയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ഇതൊരു കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചു തരാൻ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നാൽ ശരി എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം പറയാണ്, നേരത്തെ തന്നെ ഞാനത് കൊടുക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. ഉദാഹരണം പറയുന്നത് 2000 ആണെന്ന് കണക്കാക്കുക. ഒരു 2000 രൂപയാണ് നോട്ട് എന്ന് കണക്കാക്കുക. 1500 വാടകക്കായത്. ഇയാൾ ബാക്കി 500 കൊടുക്കണം നേരത്തെ ചിന്തിച്ചതാണ്. പക്ഷേ ഈ വ്യക്തി എന്ത് ചെയ്തു? കളവ് പറഞ്ഞിട്ട് ആ 2000 സ്വന്തമാക്കി. അപ്പോൾ സംഭവം എന്താണ് സംഭവിച്ചത്? അള്ളാഹു നിശ്ചയിച്ച റിസ്ക് അവന് കിട്ടി. പക്ഷെ അവൻ ഹറാമ് ചെയ്ത 500 രൂപയുടെ ഹറാമ് ചെയ്ത കുറ്റം അവൻ ലഭിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ. അള്ളാഹു നിശ്ചയിച്ച റിസ്കിനെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ പലരും പല പലിശയുടെ മാർഗത്തിലും പല ഹറാമായ മാർഗത്തിലും എന്ത് ചെയ്യും? സമ്പാദിക്കും. ആ ഹറാമിൻ്റെ കുറ്റം അവൻ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായ റിസ്കിനെ തേടുക. വാജ്മിലു ഫി ത്വലബ്. പക്ഷേ ഒരിക്കലും തന്നെ അള്ളാഹു ഹറാമാക്കിയത് നിങ്ങൾ സ്വീകരിക്കരുത്. അള്ളാഹു ഹലാലാക്കിയത് മാത്രം സ്വീകരിക്കുക. അതിലാണ് ഇരുലോകത്തും ഒരാൾക്ക് ഖൈർ ഉണ്ടാവുകയുള്ളൂ, പരലോകത്തേക്ക് മാത്രമല്ല. ചില ആൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇവിടെ എത്ര ഹറാമാക്കിയാലും ഇവിടെ കുറച്ച് ആസ്വദിക്കാലോ. അല്ല, അതിൻ്റെ ഒക്കെ ആഖിബത്ത് പര്യവസാനം മോശമായിരിക്കും. അത് മിക്കതും ദുനിയാവിൽ നിന്ന് തന്നെ അതിൻ്റെ കയ്പുനീർ രുചിച്ചറിയുക തന്നെ ചെയ്യും. പലിശയുടെയും ആളുകളെ കൊള്ളരുതായ്മയിലൂടെ സംഭവിച്ച പണമൊക്കെ അള്ളാഹു അവന് നിശ്ചയിക്കുന്ന അധിക ചെലവുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ അവന് ബറക്കത്തില്ലാതായി തീരും. അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് റസ്സാഖ്. അവൻ നിശ്ചയിച്ച മാർഗത്തിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അള്ളാഹുവിൽ നിന്ന് റിസ്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് നമുക്ക് റിസ്ക് തരാൻ സാധിക്കുകയില്ല. വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം മനുഷ്യരിൽ പലരും ഏതെങ്കിലും മേഖലയിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ നിസാര 1-2 പണം എന്ന് മാത്രമല്ല, സന്താനം റിസ്ക്കാണ്, അവൻ്റെ അറിവ് പോലും റിസ്ക്കാണ്, അതൊക്കെ റിസ്ക്കാണ്. ജോലി അതൊരു റിസ്ക്കാണ്, ജോലി കിട്ടുക എന്ന് പറയുന്ന ഒരു റിസ്ക്കാണ്. ഇപ്പം മനുഷ്യരിൽ പലരും അവർക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, കുട്ടികളെ ലഭിക്കാതിരിക്കുമ്പോഴും ഒക്കെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് റിസ്ക് തേടിപ്പോകും. യഥാർത്ഥത്തിൽ റിസ്ക് മുഴുവൻ ഉടമപ്പെടുത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനാണ് പടപ്പുകൾക്ക് റിസ്ക് നൽകുന്നത്. പക്ഷെ ആളുകൾ പലരും നന്ദി കെട്ടവരായിത്തീരും. അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് റിസ്ക് അന്വേഷിച്ചു പോകുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് അത് പറഞ്ഞത്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമേ നിങ്ങൾ ആരെയാണോ ആരാധിച്ചു പോകുന്നത്, ലാ യംലികൂന ലക്കും റിസ്ഖ, അവർ നിങ്ങൾക്ക് വേണ്ട റിസ്ക് ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. അപ്പം ചിലർ പറയും, ഞങ്ങളിങ്ങനെ അള്ളാഹ്ക്ക് പുറമെ ആരോടും ആരാധിക്കാറില്ല,
ഞങ്ങളിങ്ങനെ ഇന്നലെ ജാറങ്ങളിലൊക്കെ പോയി ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ജോലി കിട്ടാത്തപ്പോൾ ഞങ്ങൾ ഇന്ന ജാറത്തിൽ നേർച്ചയാക്കിയിട്ടുണ്ട്, ആടിനെ നേർച്ചയാക്കിയവരുണ്ട്. അതല്ലെങ്കിൽ ഇന്ന ജാറത്തിൽ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇന്ന വലിയിന് വേണ്ടി നമ്മൾ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ പല നിലക്കുള്ള ഷിർക്കിൻ്റെ രൂപങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം ഇബാദത്തുകളാണ്, അതൊക്കെ ഷിർക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണ് സഹായം ചോദിക്കുന്നത്? അള്ളാഹുവിന് പുറമെ ആരോടാണ് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയത്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നേർച്ച അർപ്പിച്ചത്? എല്ലാം അതിലുൾപ്പെട്ടു. ഈ പറയുന്ന ഏത് തങ്ങളാകട്ടെ, ബീവിയാകട്ടെ, ജാറത്തിൽ കിടക്കുന്ന വലിയാകട്ടെ, ലാ യംലികൂന ലക്കും റിസ്ഖ, അവരാരും നിങ്ങൾക്കുള്ള റിസ്ക് ഉടമപ്പെടുത്തുന്നില്ല. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോടാണ് റിസ്ക് തേടേണ്ടത്. ഏറ്റവും കുറവ് നിങ്ങളുടെ ബുദ്ധിയെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ആളുകളുടെ കയ്യിൽ എന്ത് റിസ്ക്കാണുള്ളത്? അവർക്ക് അവരുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. സ്വന്തമായിട്ട് പോലും ഒന്നും, ഒരു ഉപകാരമോ ഉപദ്രവമോ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ തങ്ങളോടാണോ, ആ ബീവിയോടാണോ, ആ ജാറത്തിലേക്കാണോ നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്? ഫബ്തഗു ഇൻദല്ലാഹി റിസ്ക്, അള്ളാഹുവോട് നിങ്ങൾ റിസ്ക് തേടൂ. വഅ്ബുദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യും, അവന് നന്ദി കാണിക്കുകയും ചെയ്യുക. കാരണം അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് നന്ദി. അള്ളാഹു നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, അള്ളാഹു ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട്, നിനക്ക് വേണ്ട റിസ്ക് റബ്ബു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി മലക്കുകൾ മുഖേന റബ്ബു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി എല്ലാം നിശ്ചയിച്ചു വന്നിട്ട് നീ അള്ളാഹു അല്ലാത്ത ആളുകളോട് റിസ്ക് ചോദിക്കേ? വഅ്ബുദൂ, അള്ളാഹ്ക്ക് മാത്രം ആരാധന ചെയ്യൂ, അവനോട് മാത്രം ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ. വഷ്കുറൂ ലഹു, അവനോട് നിങ്ങൾ നന്ദി കാണിക്കൂ. ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്കാണ് മടങ്ങുന്നത്, അവനാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വിചാരണ ചെയ്യുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റിസ്ക് തേടേണ്ടത് അള്ളാഹുവിനോടാണ്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ റിസ്ക് വിശാലമാകാൻ പോകുന്ന കാര്യങ്ങൾ ശേഷം ഞാൻ പറയുന്നത് മാത്രം ഒരാൾ ഉൾക്കൊള്ളത് കൊണ്ട് കാര്യമില്ല. ഒരുപാട് മാർഗങ്ങൾ ഉൾക്കൊള്ളത് കൊണ്ട് കാര്യമില്ല. ഈ അടിസ്ഥാനം ശരിയാകണം. അള്ളാഹിനോട് റിസ്ക് ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ റിസ്ക് നൽകാൻ കഴിവുള്ളൂ. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, എനിക്ക് അങ്ങനെ അത്രയൊന്നും തരുന്നില്ല, ഞാൻ കുറേ കഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ മറ്റേ ആൾക്ക് നന്നായി കിട്ടുന്നുണ്ടല്ലോ, അവനൊക്കെ ജനിച്ച് വീഴുമ്പോൾ തന്നെ അവൻ്റെ അക്കൗണ്ടിൽ ഇത്രയുണ്ട്, ആ നിലക്കാണ്, അവൻ്റെ വാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മാനസികമായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ഇന്ന റബ്ബി, പറയുക എൻ്റെ റബ്ബ്, യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ക് വിശാലമാക്കി നൽകും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വിശാലമാക്കി നൽകും. വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അള്ളാഹു കുടുസതയാക്കി വളരെ കുറഞ്ഞ റിസ്ക് മാത്രം നൽകും. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ അധിക ആളുകൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ കുറിച്ച് അറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പോലും റിസ്ക് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലഭിച്ചിരുന്നത് ഓരോ ദിവസത്തേക്കുള്ള കൂത്തു മാത്രമാണ്, അന്നേക്കുള്ള കാര്യങ്ങൾ മാത്രം ലഭിച്ചിട്ടുള്ളൂ. ഒരുപാട് മിച്ചമൊന്നും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മരണപ്പെട്ടു പോകുന്ന സമയത്തും ജൂതൻ്റെ കയ്യിൽ പണയത്തിലായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുന്നത്. അവിടുന്ന് ഒരിക്കൽ പോലും അങ്ങനെ വലിയ ധന്യാടനായി ജീവിച്ചിട്ടില്ല. അള്ളാഹു ചില നബിമാരെ പോലും അങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ജീവിതം മുഴുവനാക്കി നിശ്ചയിച്ചത്. എന്നാൽ ചില നബിമാരെ അള്ളാഹു തആല രാജാക്കന്മാരാക്കിയിട്ടുണ്ട്. ഒരുപാട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെയുള്ള രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, അധികാരമുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പലതും റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. അതല്ലാതെ റിസ്ക് ഒരാൾക്ക് കൊടുത്താൽ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് തന്നിട്ടില്ല, അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു ഒരുപാട് കൊടുത്തവനാണ്, ഒരുപാട് സമ്പത്ത് കൊടുത്ത്, ഒരുപാട് ആരോഗ്യം കൊടുത്ത്, അല്ലെങ്കിൽ ഒരുപാട് ഭംഗി കൊടുത്തു, ഇവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടത് എന്നൊരാളും ചിന്തിച്ചു പോകാൻ പാടില്ല. മറിച്ച് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ മാത്രമാണ്. പണം കൊടുത്തവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായി നന്ദി കാണിക്കുന്നുണ്ടോ എന്ന പരീക്ഷണമാണ്. പണമില്ലാതെ പ്രയാസപ്പെട്ടവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ തൃപ്തിപ്പെട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നുണ്ടോ, അവൻ സാബിറാണോ, ക്ഷമിക്കുന്നവനാണോ എന്ന പരീക്ഷണമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം.
റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അള്ളാഹു ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖൈർ അഥവാ സമ്പത്ത് കുറേ കിട്ടി എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും എന്തല്ല നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളമല്ല. അതല്ലെങ്കിൽ സമ്പത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചു എന്നുള്ളത് അള്ളാഹു ഒരിക്കലും നമ്മെ അപമാനിച്ചു എന്നോ നമ്മളെ പരിഗണിച്ചില്ല എന്നോ ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇതിൻ്റെ പിന്നിൽ വലിയ ഹിക്മത്ത് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ നോക്കൂ, മനുഷ്യരെല്ലാവരും രാജാക്കന്മാരാണെങ്കിൽ എങ്ങനെയാണ് ദുനിയാവിൻ്റെ കാര്യങ്ങൾ നടക്കുക? അല്ലെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ രാജാക്കന്മാരാണെങ്കിൽ എങ്ങനെയാണ് ദുനിയാവിയ കാര്യങ്ങൾ നടക്കുക? നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കും? ആരാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഖിദ്മത്തുകൾ ചെയ്യാൻ ആളുകളുണ്ടാവും. ജനങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഖിദ്മത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും ധന്യാടരാണെങ്കിൽ എന്തായിരിക്കും കാര്യം? അതൊരിക്കലും ബുദ്ധിപരമായി പോലും സഹോദരങ്ങളെ യോജിക്കുന്ന കാര്യമല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഹിക്മത്തുണ്ട്. ഇന്നയാൾക്കിത് കിട്ടണം, ഇന്നയാൾക്കിത് കിട്ടരുത്, അതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് ഹിക്മത്തുണ്ട്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് കുറച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് അള്ളാഹു തആലക്ക് ഹിക്മത്തുണ്ട്. കാരണം ഇവന് കുറേ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലബഗൗ ഫിൽ അർള്, അവൻ ഭൂമിയിൽ അതിക്രമം കാണിക്കുന്നവനായിത്തീരും. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ചിലപ്പോൾ നമുക്കൊക്കെ ഈ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ ചിലപ്പോൾ നമ്മളൊന്നും ഇവിടെ വന്നിരിക്കണം എന്നില്ല. നമ്മൾ ചിന്തിക്കണം. നമുക്കൊക്കെ പല റിസ്ക്കും കിട്ടിയ ആൾക്കാണ്. ചിലപ്പോൾ നമുക്ക് ഇതിനേക്കാൾ ഇതിൻ്റെ ഇരട്ടി, 10 ഇരട്ടി, 100 ഇരട്ടിയൊക്കെ നമുക്ക് കിട്ടിയാൽ ചിലപ്പോൾ നമ്മളിവിടെ ഇരിക്കണം എന്നില്ല. നമ്മൾ ചിലപ്പോൾ അള്ളാഹുവിനെ മതിമറന്ന് അതിക്രമികളായി, പാപികളായി ചിലപ്പോൾ ജീവിച്ചേനെ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചേ നൽകിയിട്ടുള്ളൂ എന്ന രൂപത്തിലെ പ്രയാസം സഹോദരങ്ങളെ ഒരു ഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ചില അടിസ്ഥാനങ്ങളാണ്. ഇനി സഹോദരങ്ങളെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. റിസ്ക് അത് വിശാലമാകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ ക്രോഡീകരിച്ച് അവർ റിസാലകൾ രചിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം നടത്തിയൊരു ഖുതുബയുടെ ആകത്തുകയാണ് സഹോദരങ്ങളെ നിങ്ങളെ ചിലത് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമായി ഒന്നാമത്തേതായി അദ്ദേഹം പറയുന്നത് അൽ ഈമാനു ബില്ലാഹി വൽ അമാലി സ്വാലിഹ വതഖ്വല്ലാഹി അസ്സ വജൽ. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസം ഒരാൾ നന്നാക്കുക എന്നുള്ളതാണ്. റിസ്ക് വിശാലമാകാനുള്ള ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുപോലെ സൽക്കർമ്മങ്ങൾ അവൻ പ്രവർത്തിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവനായി ജീവിക്കുക എന്നുള്ളതാണ് റിസ്കിൽ വിശാലത ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ വിശ്വാസം നന്നായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഫല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം കൊടുക്കുന്നത്, അവർക്കാണ് മാന്യമായ ഉപജീവനം നൽകുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ മാന്യമായ ഉപജീവനം ലഭിക്കുന്നത് ഫല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് റിസ്കിൽ വിശാലത ലഭിക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം. വിശാലത എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഒരുപാടുണ്ടാവുക എന്നർത്ഥമില്ല. ചിലപ്പോൾ ഉള്ളതിൽ തന്നെ ബറക്കത്തുണ്ടാവുക, ഉള്ളതിൽ തന്നെ തൃപ്തി ഉണ്ടാവുക, ഉള്ളതിൽ തന്നെ നമുക്ക് ഖനാഅത്ത് ഉണ്ടാകുക, സംതൃപ്തി ഉണ്ടാകുക, ഇതെല്ലാം തന്നെ മതിയായതാണ്. ഒരാൾക്ക് വിശാലത തോന്നും. ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ആ പറയുന്ന കുറച്ച് റിസ്ക് ആണെങ്കിൽ അതിൽ ഖനാഅത്ത് ഉണ്ടെങ്കിൽ അതാണ് ലഭിക്കുന്ന ഏറ്റവും വലിയ നിധി. ഖനാഅത്ത് ഇല്ലെങ്കിൽ ഈ മുറി നിറയെ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം ലഭിച്ചാലും യാതൊരു ഉപകാരവും അതുകൊണ്ടില്ല. മനുഷ്യന് സമാധാനം ഇല്ലെങ്കിൽ ഇത് മുഴുവൻ കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത്? ഒരാൾക്ക് അത്രയും വലിയ നിലക്കുള്ള സമ്പത്ത് ഒരാൾക്കുണ്ട്, പക്ഷെ മനസ്സിന് ഖനാഅത്ത് ലഭിക്കുന്നില്ല, സംതൃപ്തി കിട്ടുന്നില്ല. എന്നാൽ ഉള്ളതിൽ തൃപ്തി ഉണ്ടാവുക, അതാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. അതൊരു മനുഷ്യന്, ഒരു മുഅ്മിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം അത് ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം വിശാലത ലഭിക്കണമെങ്കിൽ അവൻ്റെ ഈമാൻ ശരിയാക്കണം, അള്ളാഹുവിലുള്ള വിശ്വാസം അവൻ ശരിയാക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യണം? അവൻ നന്നായി കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞതാണത്, ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അവർക്ക് മഗ്ഫിറത്തുണ്ട്, പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതുപോലെ മാന്യമായ റിസ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും
എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബക്കാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല ഇത് പറയാണ്, കുടുംബത്തിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, നീ ക്ഷമയോടുകൂടി ദീനിൽ മുറുകെ പിടിച്ച് ജീവിക്കുക. ഇത് കുടുംബത്തോട് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. ലാ നസ്അലുക റിസ്ഖൻ, ഞാൻ നിങ്ങളോടൊന്നും റിസ്കിനെ കുറിച്ച് അള്ളാഹു തആല ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാം നിങ്ങൾക്ക് റിസ്ക് നൽകും. വൽ ആഖിബത്തു ലിത്തഖ്വ, തഖ്വയുള്ള ആളുകൾക്കാണ് പര്യവസാനം, നല്ല പര്യവസാനം അവർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, യഅനി ഇദാ അഖംതസ് സലാഹ്, എന്ന് വെച്ചാൽ നീ നിസ്കാരം നിർവഹിച്ചാൽ അതാഖ റിസ്ക മിൻ ഹൈസു ലാ തഹ്തസിബ്, നീ കണക്കാക്കാത്ത രൂപത്തിൽ റിസ്ക് നിന്റെ അടുക്കലേക്ക് എത്തും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. നീ നിസ്കാരം നന്നായി നിർവഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട്, ദുനിയാവ് പ്രതീക്ഷിച്ചിട്ടല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് നീ നിസ്കാരം നന്നായി നിർവഹിക്കണം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കണക്കാക്കാത്ത രൂപത്തിൽ റിസ്ക് നൽകും എന്നാണ്. നിസ്കാരക്കാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അൽ ഹാഫിദ് അൽ അല്ലാമ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ അദ്ദേഹം പറയുന്നുണ്ട്, അസ്സലാത്തു മജ്ലബത്തുൻ ലിറിസ്ഖ്, നിസ്കാരം എന്ന് പറയുന്നത് റിസ്കിനെ നമുക്ക് കൊണ്ടുതരുന്ന കാര്യമാണ്. ഹാഫിളത്തുൽ ലിസ്സിഹ, നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന കാര്യമാണ്. ദാഫിഅത്തുൽ ലിൽ അദാ, നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ചെറുക്കുന്ന കാര്യമാണ്. മത്രദത്തുൻ ലിൽ അദ്വാ, രോഗങ്ങളെ പോലും അത് ചെറുത്തുകളയും. മഖ്വിയത്തുൻ ലിൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയത്തിന് നല്ല ഉറപ്പ് നൽകും. അതുപോലെ തന്നെ മുബിയല്ലത്തുൽ ലിൽ വജ്ഹ്, നിങ്ങളുടെ മുഖപ്രസന്നത ഉണ്ടാക്കും. മഫ്റഹത്തുൽ ലിൻ നഫ്സ്, നിങ്ങൾക്ക് നല്ല ഉന്മേഷമുണ്ടാകും. മദ്ഹബത്തുൽ ലിൽ കസൽ, നിങ്ങളുടെ മടിയൊക്കെ ഇല്ലാതാക്കി കളയും. നന്നായി നിസ്കരിക്കണം. നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ദുന്യവിയായിട്ടും മുഖ്റവിയായിട്ടുമുള്ള മുഴുവൻ കാര്യങ്ങളും അത് ഇഖാമത്തു സലാത്ത് നടത്തണം. ശരിയായ രൂപത്തിൽ നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും നിസ്കരിച്ചു അങ്ങനെ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ലഭിക്കൊള്ളുന്നില്ല. നിസ്കാരത്തിൻ്റെ നേട്ടങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതുപോലെ നമ്മൾ നിർവഹിക്കണം. ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇതെല്ലാം വിശ്വാസവും സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുമെന്ന് അറിയിക്കുന്ന കാര്യമാണ്. ഉടനെ നമ്മൾ പറഞ്ഞ കാര്യമാണ് തഖ്വ എന്നുള്ള കാര്യം, ഹലാൽ ഹറാമുകളിൽ സൂക്ഷ്മത കാണിക്കുക എന്നുള്ള കാര്യം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നുവോ അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് പ്രയാസമുണ്ടെങ്കിൽ ഒരു മഖ്റജ്, ഒരു പോം വഴി, ആ കുടുക്കിൽ നിന്നുമുള്ള ഒരു എക്സിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു നൽകും. പക്ഷേ ക്ഷമിച്ചുകൊണ്ട് ഹലാൽ ഹറാമിൻ്റെ കാര്യത്തിൽ വളരെ വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ജീവിക്കണം. എങ്കിൽ അല്ലാഹു തആല നൽകും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത രൂപത്തിൽ അല്ലാഹു റിസ്ക് നൽകും. എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ്. പ്രയാസമുള്ള ഘട്ടത്തിൽ എങ്ങനെ ഇത് ലഭിക്കും, എങ്ങനെ ഇത് നേരിടുമെന്ന് അറിയാത്ത ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കണക്കാക്കാത്ത രൂപത്തിൽ റിസ്ക് നൽകും. എത്രയോ വലിയ വലിയ കച്ചവടക്കാരൊക്കെ പറയുന്നത് കാണാൻ പറ്റും. അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം കിട്ടുമെന്നുള്ളത്. പക്ഷെ അവർ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ആ ചരിത്രങ്ങളും അവരുടെ അനുഭവങ്ങളൊന്നും അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ വിട്ടുവീഴ്ച, ഒരു ഹറാമിലൂടെ ഒരു രൂപ വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഈ പറഞ്ഞ ആയത്ത് അതവിടെ പ്രതിഫലിക്കുന്നത് അവർ നേരിൽ കണ്ടു എന്നാണ് പറയുന്നത്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു റിസ്ക് നൽകുമെന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ വാക്കാണ്, ഉറപ്പാണ്. ഇതിൽ നമുക്ക് യക്കീൻ എത്രത്തോളം ഉണ്ടോ അത്രേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. യക്കീന് വേണം. അള്ളാഹു തആലയെ സൂക്ഷിച്ചാൽ അള്ളാഹു ഇതിനൊരു പോം വഴി നൽകും. അള്ളാഹു ഹലാലായ രൂപത്തിൽ തന്നെ എനിക്ക് ഇതിനുള്ള പോം വഴി ഉണ്ടാക്കി തരുമെന്ന പ്രതീക്ഷയും യക്കീനും നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് റിസ്ക് വിശാലമാകാനുള്ള ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. അൽ ഈമാൻ വൽ അഅമാലു സ്സാലിഹാത്ത് വ തഖ്വല്ലാഹി അസ്സ വജൽ. 3 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം സിദ്ഖു തവക്കുലി അലല്ലാഹ് വ ഹുസ്നുൽ ഇഅ്തിമാദി അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സത്യസന്ധതയോടുകൂടി നീ തവക്കുലാക്കുക, നന്നായി അതിൽ അവലംബിക്കുക. തവക്കുലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഖൽബിൻ്റെ ഒരു അമലാണത്. നാവ് കൊണ്ട് എനിക്ക് തവക്കുലുണ്ടെന്ന് പറഞ്ഞാൽ തവക്കുലുള്ള ആളൊന്നും ആവില്ല. നിന്റെ ഖൽബിലുണ്ടാകേണ്ട കാര്യമാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹുവിൽ നിനക്ക് ഭരമേൽപ്പിച്ചാൽ അതിൽ സമാധാനം കിട്ടും. തവക്കുൽ ചെയ്താൽ അതിൻ്റെ ഗുണം അതാണ്, സമാധാനം ലഭിക്കും. അത് അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന സമാധാനം ലഭിക്കും.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, യഥാർത്ഥ രൂപത്തിൽ തവക്കുലാക്കേണ്ട രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ, ബരമേൽപ്പിച്ചാൽ, ലറസഖകും കമാ യർസുഖു ത്വയ്റു, പക്ഷികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു തആല നിങ്ങൾക്ക് റിസ്ക് നൽകും. എങ്ങനെയാണ് പക്ഷികളുടെ കാര്യം പറയുന്നത്? തഗ്ദു ഖിമാസ വ തറൂഹു ബിതാന, ഒട്ടിയ വയറുമായിട്ടാണ് പക്ഷികൾ കൂട്ടിൽ നിന്ന് രാവിലേക്ക് പുറത്തേക്ക് പോകുന്നത്, പക്ഷെ വയറ് നിറച്ചിട്ടാണ് കൂട്ടിലേക്ക് അന്തിയാകുമ്പോൾ തിരിച്ചു വരുന്നത് എന്നാണ്. നോക്കൂ, ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്തു പ്രതീക്ഷയാണുള്ളത്? പക്ഷി ഈ കാര്യങ്ങളൊക്കെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടോ ഇന്ന സ്ഥലത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല പോകുന്നത്. പക്ഷി അതിൻ്റെ സബബ് ചെയ്യാൻ, ആ കാര്യങ്ങൾ ചെയ്യാണ്, അതിന് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, കൂട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഞാൻ തവക്കുലാക്കി എന്ന് പണിയെടുക്കാതിരിക്കലല്ല, അത് തവക്കുലല്ല, അത് തവക്കുലിനെതിരാണത്. തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളൊക്കെ നിശ്ചയിച്ചിട്ട് അള്ളാഹു നൽകുമെന്ന ഉറപ്പോടുകൂടി ഒരാൾ ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നൽകും എന്ന ഉറപ്പോടുകൂടി. പക്ഷികൾ അങ്ങനെയാണ്, അവർക്ക് ടെൻഷനില്ല, നാളത്തെ കാര്യം ചിന്തിച്ചിട്ട് രാത്രി ടെൻഷനില്ല, അന്ന് വയറ് നിറഞ്ഞു. ഇനി പക്ഷിയെ സംബന്ധിച്ചിടത്തോളം നാളെ ചെയ്യേണ്ടതായ കാര്യം നാളെ പുറത്തേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യണം, എന്നിട്ട് അള്ളാഹു നൽകുമെന്ന ഉറച്ച ബോധ്യം നമുക്ക് വേണം, വരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം, എങ്കിൽ അള്ളാഹു നൽകുമെന്നുള്ളതാണ്. ഇത് വലിയ റിസൾട്ടുള്ള കാര്യമാണ്. തവക്കുൽ ഒരാൾക്ക് എത്രമാത്രം ഉണ്ടോ അത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിഗണിക്കുക. ഒരാൾ അള്ളാഹുവിൽ എത്രമാത്രം ഹുസ്നുൽ ദന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല തവക്കുലാക്കിയാൽ അവൻ കൈവെടിയില്ല എന്ന് എത്രത്തോളം ഒരാൾക്ക് ഉറപ്പുണ്ടോ അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈപിടിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തും. ഉറപ്പില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് കാര്യമുണ്ടോ, ഇതൊന്നും നടക്കുന്ന പോലെ ഇല്ല എന്ന ചിന്തയാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ അത് കൃത്യമായി നമ്മൾ നിർവഹിക്കണം. ഈ ഇടവേളയിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സബർ എന്ന് പറയുന്നത്. തവക്കുലാക്കുന്ന ആളുകൾക്ക് സബർ വേണം, ക്ഷമ വേണം. ചിലപ്പോൾ നമ്മൾ ഇന്ന് നിശ്ചയിച്ച കാര്യം ഉടനെ തന്നെ ലഭിക്കണം എന്നില്ല. ഇന്ന് നമ്മളൊരു കാര്യം തവക്കുലാക്കി ഇറങ്ങി ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? സബർ കാണിക്കണം, ക്ഷമ വേണം. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമ ഉണ്ടാവുക, ക്ഷമയോടെ അതിനെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. പല രൂപത്തിൽ സാമ്പത്തിക മാന്ദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രയാസങ്ങളുണ്ട്, ജോലി പോകുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും വിദേശത്തൊക്കെയുള്ള ആളുകൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. വലിയ പോസ്റ്റിലിരിക്കുന്ന ആളായിരിക്കും, പക്ഷെ ചില സമയത്ത് പെട്ടെന്ന് ജോലി പോകും, പ്രത്യേകിച്ചും കൂടുതൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ ക്ഷമ നമുക്ക് വേണം. അള്ളാഹു ആണ് എനിക്ക് ഇത്ര കാലം റിസ്ക് നൽകിയത്, ഇനി ഞാൻ മരിക്കുന്നത് വരെയുള്ള റിസ്ക്കും അള്ളാഹു അത് നിശ്ചയിച്ചിട്ടുണ്ട്, അത് അള്ളാഹു നൽകും. ഞാൻ റബ്ബിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇനി എന്താ പണിയെടുക്കേണ്ടത്? ഇനി എനിക്ക് ഈ സമയത്ത് പണി പോയി ഞാൻ എന്ത് ചെയ്യണം? അടുത്ത പണി അന്വേഷിക്കണം, അടുത്ത കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അവൻ്റെ മനസ്സിൽ എന്തില്ല? പ്രയാസമില്ല, മനസ്സിൽ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ തവക്കുലില്ലാത്ത ആളുകൾക്ക് ഈ സമയത്ത് അവരാകെ അപ്സെറ്റാവും, ടെൻഷനാവും, ഇബാദത്തുകൾ നിർവഹിക്കാൻ സാധിക്കുകയില്ല, നേരെ പോകും. ചില ആളുകൾ അവർ നേരത്തെ ചിലപ്പോൾ നന്നായി നിസ്കരിക്കുന്നവനൊക്കെ ആയിരിക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നാൽ ഇനി ഞാനില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ വലിയ വിവരക്കേടാണ്, വലിയ നന്ദികേടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നൽകിയതെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പിടിച്ചു വെച്ചതെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ വിചാരിച്ചു ഇവിടെ എന്തോ യുദ്ധം വന്നതുകൊണ്ടാണ് പോയതാണ്, അല്ല മറ്റെന്തോ കാര്യങ്ങൾ മാനേജർ മാറിയത് കൊണ്ട് പറ്റിയതാണ്. അല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറിൽ നീ എന്ത് ചെയ്യണം? നീ ക്ഷമയോടുകൂടി നീ തൃപ്തിപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിയാൽ വിശാലതയുണ്ടാകും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ. അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യണം. റിസ്കിൽ വിശാലതയുണ്ടാകാൻ, നല്ല റിസ്ക് ലഭിക്കാൻ ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെയുള്ള ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളോട് ദുആ ചെയ്യാൻ പറയുന്ന കാര്യമാണ്. വർസുഖ്നാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ. വഅൻത ഖൈറുർ റാസിഖീൻ, നീയാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച് നമ്മൾ ദുആ ചെയ്യണം. വർസുഖ്നാ വർസുഖ്നി, അല്ലാഹു നിനക്ക് റിസ്ക് നൽകണമെന്ന് ദുആ ചെയ്യണം. നമ്മൾ അതിനു വേണ്ട കാരണങ്ങൾ ചെയ്തു, അതിനു വേണ്ടിയിട്ടുള്ള സബബുകളൊക്കെ നമ്മൾ നിർവഹിച്ചു. പക്ഷെ ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ദുആകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലൊരു വ്യക്തി വന്നിട്ട്, മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് വളരെ പ്രയാസങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അലി റളിയല്ലാഹുവിന് തോന്നി എന്തോ പ്രയാസങ്ങൾ അയാളുടെ മുഖത്ത് നേലിക്കുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോൾ വലിയ കടങ്ങൾ അയാൾക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന കാര്യമാണ് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുക എന്നുള്ളത്. വലിയ കടം അയാൾക്കുണ്ട്. അപ്പോൾ മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ചില വാചകങ്ങളുണ്ട്. മലയോളം കട നിനക്കുണ്ടാണെങ്കിലും ശരി, മലയോളം കട നിനക്കുണ്ടെങ്കിലും, വലിയ മല കണക്കേ കട നിനക്കുണ്ടെങ്കിലും, ആളുകൾ പറയും ഇത്ര കട ഉണ്ട്, അങ്ങനെ പ്രതീക്ഷയില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ചെറിയ കടയൊക്കെ ആണെങ്കിൽ എനിക്കൊരു പ്രതീക്ഷ, ഇതെനിക്ക് പ്രതീക്ഷയില്ല. അത്ര വലിയ കട ആണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എങ്കിൽ അത് പരിഹരിക്കപ്പെടും. എന്താണ് ദുആ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, എനിക്ക് ഹറാമിൽ നിന്നും രക്ഷപ്പെട്ട് ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കി തരയണമേ എന്ന് അപ്പോഴും ദുആ ചെയ്യണം. കാരണം ഈ മേഖലയിലാണ്, ഈ സമയത്താണ് പലപ്പോഴും എന്ത് ചെയ്യുക, ഹറാമിൻ്റെ മാർഗത്തിൽ ആൾ ചിന്തിക്കുക. വലിയ കടം വന്നു, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഹറാമായ രീതിയിലല്ലാതെ ഇനി വേറെ വഴിയില്ല. ഇനിയിപ്പോൾ നേരത്തെ ഉള്ള എത്തിക്സ് ഒന്നും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്നും മേക്കപ്പ് ചെയ്യാൻ സാധിക്കില്ല, കുറച്ച് തരികിട കളിക്കണം എന്ന രൂപത്തിൽ ആൾ ചിന്തിക്കും. ഇനി കടത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും ബിസിനസ് ലോസിലേക്കാണ്, നേരത്തെ എത്തിക്സ് വെച്ച് കഴിഞ്ഞാൽ ഇനി ശരിയാവില്ല, ഇനി കുറച്ച് മായം ചേർക്കണം. ഈ സമയത്ത് പ്രയാസമുണ്ടാക്കി ഇങ്ങനെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹു എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ഹലാൽ കൊണ്ട് മതിയാക്കാൻ എനിക്ക് റബ്ബേ നീ തൗഫീഖ് ചെയ്യണം. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. നിന്റെ ഔദാര്യം കൊണ്ട് മറ്റൊരാളെയും കൂടാതെ അല്ലാഹു നീ ധന്യനാക്കണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഈ സമയത്ത് ദുആ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മലയോളം ഉണ്ടെങ്കിലും അത് നീങ്ങിപ്പോകും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കടം വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കടം വേഗത്തിൽ വീട്ടാൻ സാധിക്കണമെങ്കിൽ കടം വാങ്ങുന്ന സമയത്ത് തന്നെ അത് കൊടുക്കണമെന്നുള്ള ചിന്ത നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും കടക്കണിയിലായിപ്പോൾ കൊടുക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു കാരണം ഇതുണ്ട് എന്നുള്ളതാണ്. കടം വാങ്ങുന്ന സമയത്ത് അത് കൊടുക്കാനെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ താക്കീത് ചെയ്ത കാര്യമാണ്. മൻ അഖദ അംവാലൻ നാസ്, ആരാണോ ജനങ്ങളുടെ സമ്പത്ത് സ്വീകരിക്കുന്നത്, യുരീദു അദാഅഹ, അത് വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു അവന് വേണ്ടി വീട്ടി കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിൻ്റെ എളുപ്പങ്ങൾ ചെയ്തു കൊടുക്കും. കൊടുക്കണം എന്നുള്ളൊരു പെട്ടെന്നൊരു ആവശ്യമുണ്ട്, മനുഷ്യനാണ്, കടം വാങ്ങേണ്ടി വരും. കടക്കെണിയിൽ പെട്ടുപോകുന്നതിനെതിരെ നമ്മൾ ദുആ ചെയ്യണം, അത് വേറെ കാര്യമാണ്. പക്ഷേ നമുക്ക് കടം ചില സമയത്ത് വരും. അപ്പോൾ നമ്മൾ വാങ്ങുകയാണ്, അപ്പോൾ നമ്മൾ ഉദ്ദേശമുണ്ട് ഇത് കൊടുക്കണം, ഇവന് ഈ സമയത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരുത്തനാണെങ്കിൽ അള്ളാഹു അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്നാൽ വമൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാഹ്, അങ്ങനെ കൊടുക്കൊന്നും വേണ്ട, അത് ഇങ്ങനെ തരാമെന്ന് പറയാം, അടുത്ത ആഴ്ച തരാം, ഇന്നേരം തന്നെ ഒരു ചിന്തയൊന്നുമില്ല, അടുത്ത ആഴ്ച കൊടുക്കണം എന്ന് ഒരു മനസ്സിലൊരു ചിന്തയില്ല. കാരണം ഇവൻ്റെ അടുത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ പറയണം, അടുത്ത ആഴ്ച തരാം. കൊടുക്കണം ഉദ്ദേശമില്ലാതെ പറയാൻ, അടുത്ത മാസം തരാം, അടുത്ത വർഷം തരാം എന്ന് കൊടുക്കണം ഉദ്ദേശമില്ലാതെ പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയില്ല. അത്ലഫഹുല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കടത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടം വാങ്ങുമ്പോൾ ചിന്ത വേണം, അതിനോട് പരിശ്രമിക്കണം. ഞാൻ ഇന്ന രീതിയിൽ കൊടുക്കും, ഇന്ന് സേവ് ചെയ്തിട്ട് അത് കൃത്യമായി കൊടുക്കും, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റിസ്കിനോട് എപ്പോഴും ദുആ ചെയ്യുക. നോക്കൂ, ഓരോ രാവിലെയിൽ പ്രവേശിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ചൊല്ലേണ്ട ഒരു ദിക്ർ, ഒരു ദുആയായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാനിതാ ഉപകാരപ്രദമായ ഇൽമിനെ നിന്നോട് ചോദിക്കുകയാണ്. വറിസ്ഖൻ ത്വയ്യിബൻ, ത്വയ്യിബായ വിശിഷ്ടമായ ഹറാമുകൾ കലരാത്ത റിസ്ക് എനിക്ക് നീ നൽകണമെന്ന് ദുആ ചെയ്യാണ്. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമലുകളും സൽക്കർമ്മങ്ങളും അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ച ആശയത്തെ തേടിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ റിസ്കിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളാണ്. ഈ ആത്മാർത്ഥതയോട് ദുആ ചെയ്യുക എത്ര മനോഹരമായ ദുആയാണത്. അതുകൊണ്ട് ദുആ സഹോദരങ്ങളെ റിസ്കിന് വേണ്ടി നമ്മൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ അടുത്തൊരു കാര്യം അശ്ശുക്റു ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് റിസ്ക് വർദ്ധിക്കാനും വിശാലതയുണ്ടാകാനുമുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ, വഇൻ തഅദ്ദന റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷ കഠിനമായതാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക് അത് നിലനിൽക്കണമെങ്കിൽ, അതിൽ വിശാലത ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളതിൽ നന്ദി കാണിക്കണം. കുറഞ്ഞതാണെങ്കിലും റിസ്ക് എല്ലാവർക്കും അള്ളാഹു തആല നൽകുന്നുണ്ട്. അതിൽ അള്ളാഹുവിനെ ധിക്കരിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആ റിസ്ക് കൊണ്ട് ചെയ്യണം. എങ്കിൽ അസീദന്നക്കും, അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകും എന്നാണ് പറയുന്നത്. പല ആളുകളും ഇതിന്ന് അവരുടെ കാറുകളിലും മറ്റുമൊക്കെ സ്റ്റിക്കറുകളായിട്ടൊക്കെ പതിപ്പിക്കുന്നത്
നമ്മൾ കാണാറുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണ്, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളത്. പക്ഷെ പലപ്പോഴും അത്തരം ഒട്ടിച്ച ആളുകളിൽ നിന്നും എല്ലാവരിൽ നിന്നും ശുക്രിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേർക്ക് തന്നെ ചിലപ്പോൾ കണ്ടുകൊള്ളണം എന്നില്ല. അള്ളാഹുവിനെ പരസ്യമായി ധിക്കരിക്കുന്ന പല കാര്യങ്ങളിലും അവർ ഏർപ്പെട്ടിട്ടുണ്ടാകും. അത് നമ്മൾ ആശയം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഇത്തരം ഖുർആനിക വചനങ്ങൾ ഇങ്ങനെ കാറിൻ്റെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുമരിലോ ഒട്ടിക്കാനുള്ളതല്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഖുർആനിനെ അവഹേളിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട, കാറിൻ്റെ പുറകിലൊക്കെ ഈ സ്റ്റിക്കറായിട്ട് അതിലെന്തൊക്കെ മാലിന്യങ്ങളാണ്, നജസുകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നു വീഴും. അങ്ങനെ ഒരു കാര്യം ദീനിൽ ഉൾപ്പെട്ട കാര്യമല്ല. ഖുർആൻ എവിടെയെങ്കിലൊക്കെ വചനങ്ങൾ എഴുതി വെക്കുക, ഒട്ടിച്ചു വെക്കുക, ഖുർആനിക വചനങ്ങൾ, അത് സഹോദരങ്ങൾ നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് എടുത്തു വെക്കാനുള്ള ഏറ്റവും മനോഹരമായാണ് നിങ്ങളുടെ ഖൽബിലാണ്. ഈ ആയത്ത് നിങ്ങൾ മനഃപ്പാടാക്കുക. ലഇൻ ശകർതും ലഅസീദന്നകും. എന്നാൽ ഇതിൻ്റെ ബാക്കിയും പഠിക്കണം. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്. അള്ളാഹു അതും പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ ശിക്ഷ കഠിനമായതായിരിക്കും. അതുകൊണ്ട് നന്ദികേട് കാണിക്കാതെ അള്ളാഹുവിന് ശുക്ർ കാണിച്ചാൽ റബ്ബു സുബ്ഹാനഹു വ തആല റിസ്ക് നമുക്ക് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ട കാര്യമാണത്. അടുത്ത കാര്യം ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റിസ്ക് വിശാലമാകാൻ അള്ളാഹു തആല നമുക്ക് റിസ്കിൽ വർധനവ് നൽകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് പാപങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രകൃതമാണ്. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, പാപങ്ങളിൽ സുരക്ഷിതനാകാനുള്ള മാർഗം നമ്മളില്ല. പാപങ്ങൾ സംഭവിച്ചു പോകും. കുല്ലു ബനി ആദം ഖത്താ. മനുഷ്യരെല്ലാം അധികമായി പാപങ്ങൾ സംഭവിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് അവരിൽ ഖൈറുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. അതല്ലാത്തവർക്കൊന്നും ഖൈറില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുക. അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് നമ്മൾ പറയണം. എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഖേദത്തോടുകൂടി നമ്മൾ മടങ്ങുന്ന കാര്യമാണത്. അങ്ങനെ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്കിൽ വിശാലത നൽകുമെന്നാണ്. നോക്കൂ, അള്ളാഹു തആല പറയുന്നത് വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. യുമത്തിഉകും മതാഅൻ ഹസന. അള്ളാഹു നിങ്ങൾക്ക് വിശിഷ്ടമായ നല്ല മതാ, നല്ല വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് നൽകി നിങ്ങളെ പരിപോഷിപ്പിക്കുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്ന ആളുകൾക്ക് റിസ്കിൽ വിശാലത ഉണ്ടാകും. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിൽ പറയുന്നു, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും. ഞാനിതെൻ്റെ റബ്ബിനോട് ദുആ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇന്നഹു കാന ഗഫാറ. തീർച്ചയായും അള്ളാഹു അവൻ അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും സമൃദ്ധമായ മഴ പെയ്യിപ്പിച്ചു നൽകുന്നവനാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വവനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ടും അതുപോലെ സന്താനങ്ങൾ കൊണ്ടും നിങ്ങളെ പരിപോഷിപ്പിക്കുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തരും എന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. മഹാനായ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ വരികയുണ്ടായി അവരുടെ പ്രയാസങ്ങൾ പറയാൻ. അദ്ദേഹം വലിയ ആലിമാണ്, താബിഇയായ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അതിലൊരാൾ വന്നു പറഞ്ഞത്, നാട്ടിൽ തീരെ മഴ ലഭിക്കുന്നില്ല, വലിയ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു, വരൾച്ചയാണെന്ന് പറഞ്ഞു. വേറൊരാൾ വന്ന് അയാളുടെ പ്രയാസം പറഞ്ഞു. അപ്പം അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു പറഞ്ഞു. വേറൊരാൾ വന്ന് പറഞ്ഞു, എനിക്ക് കുട്ടികളുണ്ടാകുന്നില്ല, കുട്ടിയില്ല. അപ്പോഴും അയാളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. വേറൊരാൾ വന്ന് പറഞ്ഞു, എൻ്റെ തോട്ടങ്ങളെല്ലാം നശിച്ചുപോയി, അതെല്ലാം നശിച്ചുപോയി. അയാളോടും പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല. വേറൊരാൾ വന്ന് പറഞ്ഞു, എനിക്ക് ദാരിദ്ര്യമാണ്, തീരെ പണിയില്ല, ദാരിദ്ര്യമുണ്ട്. അയാളോടും പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല. ഇത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു, ഇതെന്താണ് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഈ ആയത്ത് പറയാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പറഞ്ഞ ഈ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. ഇതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. അപ്പോൾ പാപങ്ങൾ സഹോദരങ്ങളെ സംഭവിച്ചു പോകും. ആ സംഭവിക്കുന്ന വേളയിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആ രൂപത്തിൽ അതിൽ മനോഹരമായി സഹോദരങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട റിസ്കിൽ വിശാലത ലഭിക്കാനുള്ള ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. സിലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല റിസ്കിൽ വിശാലത നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ സറഹു അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി വ അൻ യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമ. ആരാണോ അവൻ്റെ ആയുസ്സിൽ വർധന ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അവൻ്റെ റിസ്കിൽ വിശാലത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫൽയസിൽ റഹിമ, അവൻ്റെ കുടുംബബന്ധം ചേർക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ കുടുംബബന്ധം ചേർക്കുന്ന ദീനുൽ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. കുടുംബബന്ധം ചേർക്കണം, അതിന് വലിയ സ്ഥാനമുണ്ട്. കുടുംബബന്ധം ചേർക്കുന്നവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. തിരിച്ച് കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന താക്കീതുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. നിങ്ങൾ കുടുംബബന്ധം മുറിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീത് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് കുടുംബബന്ധം സഹോദരങ്ങളെ നമ്മൾ പുലർത്തുന്ന ആളുകളായിരിക്കണം. അതൊരു മുഅ്മിൻ്റെ, ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണത്. അതല്ലാതെ അവൻ്റെതായ ആത്മീയ ചിന്തകളിൽ മാറി നിന്നുകൊണ്ട് കുടുംബത്തോടോ അവൻ്റെ ആളുകളോടോ യാതൊരു ബന്ധവുമില്ലാതിരിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ചില മതങ്ങളിലൊക്കെ അങ്ങനെയാണ്. ആത്മീയ ലോകത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കുടുംബത്തെയും മറ്റുമൊക്കെ, ഭാര്യയെപ്പോലും ഉപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായി എവിടെയെങ്കിലൊക്കെ പോയി തപസ്സിരുന്ന് അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സ്ഥാനം കിട്ടുക എന്നുള്ളത് ചില മതങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. ചില സൂഫിയാക്കൾ അത് അത്തരം ദർശനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുമുണ്ട്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. മറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുന്നതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവൻ്റെ ദീൻ മുറുകെ പിടിക്കുന്നവരാണ്. ആ ദീനിലുള്ള കാര്യമാണ് കുടുംബ ബന്ധത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക അതാണ്. എന്നാൽ സഹോദരങ്ങളെ, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകളെങ്കിലും വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ കാണുന്നത് പോലെ ഇങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് ബന്ധം വെക്കുക എന്നുള്ളതല്ല കുടുംബബന്ധം ചേർക്കൽ. അങ്ങനെയാണ് ചിലർ ധരിക്കുന്നത്. ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് നല്ലതാണ്, എന്നോട് ഇങ്ങോട്ട് തെറ്റാണെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ തെറ്റി എന്നാണ്. ചില ആളുകൾ അങ്ങനെ തന്നെ പറയും. എന്നോട് ഇന്ന് അവൻ തെറ്റിയാണ്, ഞാൻ ഇന്നലെ തന്നെ അവനോട് തെറ്റിയിട്ടുണ്ട്, അതാ എനിക്കൊരു ബന്ധം ഇനിയില്ല എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് അവർ വന്നു, ഒരു ക്ഷണത്തിന് വന്നു, എന്നാൽ നമ്മൾ അങ്ങോട്ടേക്കും ക്ഷണിച്ചാൽ പോകും. ഇങ്ങോട്ടേക്ക് വന്നില്ല എങ്കിൽ ഇനി ബന്ധമില്ല. ചിലപ്പോൾ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഒരു കല്യാണത്തിന് പോലുമല്ല, കല്യാണത്തിന് നിശ്ചയത്തിന് ഇന്ന ആളെ വിളിച്ചിട്ടില്ല, ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. ചിലപ്പോൾ ചില ആൾ ചിലവ് ചുരുക്കുന്ന കാരണത്താൽ ഒഴിവാക്കിയതായിരിക്കും. പക്ഷേ എന്നെ വിളിച്ചില്ല, ഇനി ആ കല്യാണത്തിന് ഞാൻ പോകില്ല, ഇനി ആ വീട്ടിൽ തന്നെ പോവുകയില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരിക്കലും ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈസൽ വാസിഉ ബിൽ മുകാഫി, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മുക്കാഫി അല്ല, പകരത്തിന് പകരം കൊടുക്കുന്നവനല്ല, കോമ്പൻസേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല പറയും. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അവരല്ല വാസിൽ എന്ന് പറയുന്നത്, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറയുന്നത്. വലാകിൻ വാസിൽ അല്ലദി ഇദാ ഖതഅത് റഹിമു വസലഹ, യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് മുറിച്ചാൽ പോലും അങ്ങോട്ട് പോയി അത് ചേർക്കുക എന്നുള്ളതാണ്. അതിന് നല്ല ഈമാൻ വേണം, നല്ല മനക്കരുത്തും, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്തുള്ള വിശ്വാസവും വേണം. അല്ലാഹു അവിടെ പ്രതിഫലം നൽകും. ഞാൻ മുറിച്ചു കഴിഞ്ഞാൽ ഞാനും കുറ്റക്കാരനാകുമെന്ന് പേടി വേണം, എങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ഇത് പ്രത്യേകം ഊന്നി പറയുന്നത് നിസ്കാരത്തിലും മറ്റ് ദീനിയായ ചിഹ്നങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്ന പലരിലും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ വലിയ അബദ്ധത്തിലായിരിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്ക് കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ ശരിയാണ്, അവർ നമ്മൾ മനസ്സിലാക്കിയ ആദർശത്തിലേക്കോ നമ്മൾ മനസ്സിലാക്കിയ സുന്നത്തിലേക്കോ ചിലപ്പോൾ അവർ കടന്നു വന്നിട്ടുണ്ടാകണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഉടനെ തന്നെ അവരെ മുറിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ബന്ധം എപ്പോഴും നമ്മൾ അവിടെ സൂക്ഷിക്കണം. അത് മാതാപിതാക്കളാകട്ടെ മറ്റു കുടുംബക്കാരാകട്ടെ, അവരുടെ ബന്ധങ്ങൾ അവർ ചിലപ്പോൾ നമ്മളെ പരിഹസിച്ചേക്കാം, നമ്മളോട് ഇങ്ങോട്ട് മുറിച്ചേക്കാം. പക്ഷേ തിരിച്ചങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി അവരോട് ബന്ധങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശാലമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യവുമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസ്കിൽ വിശാലത ലഭിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അടുത്ത കാര്യം അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നുള്ളതാണ്. ബാഹ്യമായി ചിന്തിക്കുന്ന ആളുകൾ പറയും റിസ്ക് വിശാലത ഉണ്ടാകാൻ ചിലവഴിക്കുകയോ? ഒരു എക്കണോമിസ്റ്റിൻ്റെ നിരീക്ഷണത്തിൽ അങ്ങനെ ചിലവഴിക്കുന്നത് ചിലപ്പോൾ
അത് റിസ്കിൽ വിശാലത ഉണ്ടാകാനല്ല, റിസ്കിൽ നിന്ന് കുറഞ്ഞു പോകാനാണ് ചിലപ്പോൾ അവൻ പറയുക. കാരണം എക്സ്പെൻസാണത്, ചെലവഴിക്കാനാണ് പറയുന്നത്. അത് എന്തായാലും എക്സ്പെൻസിൻ്റെ കോളത്തിലേ വരികയുള്ളൂ, ഇൻകമിൻ്റെ കോളത്തിൽ വരികയില്ല. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചാൽ നിനക്ക് യാതൊരു കുറവും സംഭവിക്കുകയില്ല. കാരണം എന്താ? അള്ളാഹു പകരം നൽകും. കുറവ് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നതല്ല അതിൻ്റെ അർത്ഥം. നീ 1000 കൊടുത്താൽ 1000 കുറഞ്ഞിട്ടുണ്ടാവും അക്കൗണ്ടിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകും. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചു, മിൻ ഷൈഇൻ ഖലീലൻ ഔ കസീറ, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചുവോ ഫഹുവ യുഖ്ലിഫു, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുദ്സിയ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൻഫിക് യാ ഇബ്ന ആദം ഉൻഫിഖ് അലൈക്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകും. ഇത് അള്ളാഹുവിൻ്റെ വാക്കാണ്, അള്ളാഹുവിൻ്റെ വാക്കാണ്. അതിൽ യഖീൻ ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹു പകരം നൽകും എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ഉറപ്പുണ്ടാകേണ്ട കാര്യമാണ്. ആ ഉറപ്പോടുകൂടി നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതെന്ത് ചെയ്യും? പകരം ലഭിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇത് തജ്രിബ കിട്ടിയ, ഇത് അനുഭവത്തിൽ കിട്ടിയ ആളുകൾക്ക് ചെലവഴിക്കാതിരിക്കാനായിരിക്കും പ്രയാസം. ഏതെങ്കിലും ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളത് അവർക്ക് വലിയ പ്രയാസമായ കാര്യമായിരിക്കും. കാരണം മനസ്സ് കുടുസത വരും ചെലവഴിക്കാതിരുന്നാൽ. എന്നാൽ ഇതിൽ ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊടുത്താലായിരിക്കും മനസ്സിൽ ടെൻഷൻ. കൊടുത്തിട്ട് നമുക്കങ്ങനെ തോന്നുന്നത് അത് വലിയ പ്രയാസമാണ്. നമ്മൾ അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരാൾ ചോദിച്ചു, നമ്മൾ കൊടുത്തു, പക്ഷെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ടെൻഷനാണെങ്കിൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് രണ്ടും പോയ പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. മറിച്ച് അദ്ദേഹം പറയാൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈകൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അവർ കൽബ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ സന്തോഷം. അവർ കൈകൊണ്ട് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്, ഒരാളിൻ്റെ അടുത്ത് വരണമല്ലോ, അത് അയക്കണമല്ലോ. പക്ഷെ അതിന് മുമ്പ് കൽബോണ്ട് കൊടുത്തിട്ടുണ്ട്, കൽബോണ്ട് നീയത്താക്കിന് അത് കൊടുത്തു എന്നുള്ള നീയത്താക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൃദയത്തിൽ വലിയ വിശാലത ഉണ്ടാകും. ഇപ്പോൾ ഹൃദയ വിശാലതയും അതുപോലെ തന്നെ സാമ്പത്തിക വിശാലതയും ലഭിക്കുന്ന കാര്യമാണ് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ ദിവസം പുലരുമ്പോഴും 2 മലക്കുകൾ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവരിൽ ഒന്നാമത്തെ ആൾ പറയുന്നത്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണമേ എന്നാണ്. ഒരു മലക്ക് എപ്പോഴും ദുആ ചെയ്യും. ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത്, അവന് പകരം നൽകണമേ എന്ന് മലക്ക് ദുആ ചെയ്യും. വയഖൂലുൽ ആഖർ, അടുത്ത ആൾ പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, ആരാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുന്നത് അവന് നാശമുണ്ടാക്കണമേ എന്ന് പറയും. അതായത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും പൂഴ്ത്തി വെക്കുന്ന, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒട്ടും ചെലവഴിക്കാത്ത ആളുകളുണ്ടാകും. അവർക്ക് തലഫ, അത് നശിച്ചു പോകണമേ എന്നുള്ളത് മലക്കുകൾ ദുആ ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും ഓരോരുത്തർക്കും കഴിയുന്നത് പോലെ, അത്രയേ കൊണ്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെ കഴിവിൽപ്പെടാത്ത കാര്യം അള്ളാഹു ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചിലവുണ്ട്, അതൊന്നും കൊടുക്കാതെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ കൊടുക്കണം. പക്ഷെ ഓരോരുത്തർക്കും കഴിയുന്ന കാര്യമുണ്ടല്ലോ, ചില ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഒരു ദിർഹം 1,00,000 ദിർഹമിനെ മുൻകടന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ, 1,00,000 ദിർഹമുള്ള കൊടുത്ത മനുഷ്യന് അതിനേക്കാൾ മില്യൺ കണക്കിന് ദിർഹമുള്ള അയാളുടെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് 1,00,000 കൊടുത്തത്. പക്ഷേ ഈ 1 ദിർഹം കൊടുത്ത മനുഷ്യന് ആകെ 2 ദിർഹം കയ്യിലുണ്ടായിട്ടുള്ളൂ. അതിൽ നിന്നാണ് 1 കൊടുത്തത്. അപ്പോൾ അയാൾ നമ്മൾ എത്ര കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിലല്ല കാര്യം, മറിച്ച് നമ്മുടെ ഹൃദയ വിശാലതയോടുകൂടി നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൽ എത്ര കൊടുത്തു, അതിനാണ് കാര്യം. 10,000 റിയാൽ കിട്ടുന്നവനും 1,00,000 റിയാൽ കിട്ടുന്നവനും 2,00,000 റിയാൽ കിട്ടുന്നവനും എല്ലാവരും ഒരുപോലെയല്ല. അവരോട് കൂടുതൽ ആര് കൊടുത്തു അവന് കൂടുതൽ മാർക്ക് എന്നുള്ളതല്ല, മറിച്ച് നിന്റെ കയ്യിലുള്ളതിൽ നിന്ന് നീ എത്ര കൊടുത്തു, ഇതിലാണ് പരീക്ഷണം. നിന്റെ കയ്യിലുള്ളതിൽ നിനക്ക് എത്ര കൊടുക്കാൻ സാധിച്ചു, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്ര ചെലവഴിക്കുന്നു, നിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി നീ എത്ര ചെലവഴിക്കുന്നു, ഏതിനാണ് നീ മുൻഗണന നൽകിയിട്ടുള്ളത്, ഇതാണ് പരീക്ഷണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് റിസ്കിൽ വിശാലത ലഭിക്കുന്ന കാര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചത്, നിക്കാഹ് കഴിക്കുക എന്നുള്ളത് റിസ്കിൽ വിശാലതയുണ്ട്. ഇത് പ്രത്യേകം പറയേണ്ട കാര്യം. ചിലർ ഈ കാലഘട്ടത്തിൽ നിക്കാഹും അതുപോലെ അദ്ദേഹം പറയാണ്, അതുപോലെ വദുരിയ, സന്താനങ്ങളും മജ്ലബത്തുൽ റിസ്ക്, റിസ്കിനെ കൊണ്ടുവരുന്ന കാര്യമാണ് എന്നാണ്. നിക്കാഹ് കഴിച്ചാൽ ആരും ഭയപ്പെടേണ്ടതില്ല, ഉള്ള സമ്പത്ത് പോകും. അങ്ങനെയാണ് ആളുകൾ നിക്കാഹിനെ വൈകിപ്പിക്കുന്നത്. പല ഹറാമുകളിലേക്ക് പോകുകയും നിക്കാഹിനെ വൈകിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അവൻ്റെ പ്രധാന കണ്ടെത്തൽ അതാണ്. നിക്കാഹിന് ഒരുപാട് പണം
ഉടനെ തന്നെ വേണം, പിന്നെ മാസത്തിൽ ചിലവ് ഇത് വേറെയും. ഹറാമുകൾക്ക് ആ സമയത്തല്ലേ വേണ്ടതുള്ളൂ എന്ന രൂപത്തിൽ ഹറാമുകളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നിക്കാഹിലൂടെ ഒരിക്കലും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകരുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകും എന്ന അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിലുള്ള അവിവാഹിതരെയും വസ്സാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, അടിമകളിൽ നിന്നുള്ള നല്ലവരായിട്ടുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ എന്ത് ചെയ്യുക? വഅൻകിഹു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഇൻ യകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും അവരെ ധന്യരാക്കുന്നതാണ് എന്ന് അള്ളാഹിൻ്റെ വാഗ്ദാനമുണ്ട്. അതുകൊണ്ട് നിക്കാഹ് കഴിക്കാൻ ഒരുപാട് സമ്പത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വൈകിപ്പിക്കുന്ന യുവാക്കൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അവരുടെ ചാരിത്രം പോലും മോശമാകുന്ന അവസ്ഥയിൽ അവർ വൈകിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് കുറ്റകരമായി തീരും. അതുപോലെ ഒരുപാട് സമ്പത്തുണ്ടായാലേ മകളെ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ചിലാണ്, തറവാട്ടിന് കുറച്ചിലാണ്, വീട്ടുകാർക്ക് കുറച്ചിലാണെന്ന് പറഞ്ഞ് വൈകിപ്പിക്കുന്ന വലിയകളുണ്ട്, പെണ്ണിൻ്റെ രക്ഷാധികാരികളുണ്ട്. ഒക്കെ റെഡിയാണ്, പ്രായമൊക്കെ റെഡിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കോലത്തിലും നമുക്ക് കഴിപ്പിക്കാൻ പറ്റില്ല. വീടൊക്കെ ഒന്ന് ഉഷാറാക്കണം, വലിയ അറ ഉണ്ടാക്കണം, വലിയ ഭംഗിയാക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നല്ലൊരു കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. ചെറുതിലൊക്കെ പറ്റും, പക്ഷെ നമ്മളെ തറവാട് എന്ന് പറഞ്ഞാൽ വലിയ കല്യാണം കഴിപ്പിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പറഞ്ഞ് ദാരിദ്ര്യം ഭയന്നിട്ടും മറ്റു കാര്യങ്ങൾ ഭയന്നിട്ടും വിവാഹം വൈകിപ്പിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അതൊരിക്കലും ശരിയല്ല. മാത്രവുമല്ല, അങ്ങനെ വിവാഹം കഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അവർ ദരിദ്രരാണെങ്കിൽ അല്ലാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ധന്യത നൽകുമെന്നാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുപോലെ മക്കളുടെ കാര്യത്തിലും ആളുകൾ എന്തിനാണ് സന്താന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താണ്? എൻ്റെ റിസ്ക് കൂടി അവർ തിന്നിട്ട് ഞാൻ ദരിദ്രനായി പോകുന്നുള്ള പേടിയാണ്. ഇത് റിസ്കിൻ്റെ കുടിസത വരും എന്നാണ് സന്താനങ്ങൾ കൂടുതലാകുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യ ഭയം നിമിത്തം നിങ്ങൾ ഒരിക്കലും തന്നെ സന്താനങ്ങളെ കൊന്നുകളയാൻ പാടില്ല. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും, നാമാണ് അവർക്ക് നൽകുന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് നാമാണ് നൽകുന്നത്. വ ഇയ്യാക്കും, നിങ്ങൾക്കും ഇതുവരെയും നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഭയം ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ഭയം ആവശ്യമില്ല. കാരണം മക്കളുടെ റിസ്ക് അവർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടി ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ കാര്യം വീണ്ടും അവിടെ രേഖപ്പെടുത്തുകയാണ്. എന്താണ്? ആ കുട്ടി എത്ര കാലം ജീവിക്കും, ആ കുട്ടിയുടെ റിസ്ക് എത്രയാണ്, ആ കുട്ടിയുടെ ആയുസ് എത്രയാണ്, ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടല്ല ആ കുട്ടി ഉണ്ടാകുന്നത്. കുട്ടിക്കുള്ള റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് ആ ഭയത്താൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? സന്താന നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും റിസ്ക് നൽകുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ വിവാഹം കഴിക്കുകയും ധാരാളം കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് സാമ്പത്തികമായ വിശാലത ഉണ്ടാകാനുള്ള കാര്യമാണ്. പലരും തെറ്റിദ്ധരിച്ചതുപോലെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന കുടിസത ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇതെല്ലാം ചെയ്യുമ്പോഴും സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. മുഅ്മിൻ എന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത് ശരിക്കും പരിശ്രമിക്കുന്നത് തന്നെയാണ്. അവൻ മടി ഒഴിവാക്കി, അലസത ഒഴിവാക്കി നന്നായി പരിശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, രാവിലെ പരിശ്രമിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ജോലികളാണ്, കച്ചവടം മറ്റുമൊക്കെ ആണെങ്കിൽ രാവിലെ പരിശ്രമിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ ബറക്കത്ത് നൽകണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഹദീസിൽ കാണാം, വക്കാന ഇദാ ബഅസ സരിയതൻ ഔ ജയ്ശൻ ബഅസഹും ഫീ അവ്വലിൻ നഹാർ, അവിടുന്ന് വല്ല യുദ്ധത്തിനും ആളുകളെ പറഞ്ഞയക്കുമ്പോൾ പകലിൻ്റെ ആദ്യത്തിൽ പറഞ്ഞയക്കും, അതിലാണ് ബറക്കത്ത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വക്കാന സഖറുൻ റളിയല്ലാഹു അൻഹു റജുലൻ താജിറൻ, സഖർ റളിയല്ലാഹു അൻഹു ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. വക്കാന യബ്അസു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ, അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ കച്ചവട സംഘത്തെ പറഞ്ഞയക്കും. ഫഅസ്റാ, അദ്ദേഹം അങ്ങനെ ധനികനായി. വകസുറ മാലുഹു, അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മുൻഗാമികൾ പറയുന്നത് രാവിലെ, അതായത് അധ്വാനിക്കാൻ രാവിലെയും സമയമുണ്ട്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചായിരിക്കണം അത് പറയുന്നത്. അവർക്ക് രാവിലെ അധ്വാനിക്കാനുള്ള വകുപ്പുണ്ട്, പക്ഷേ അധ്വാനിക്കാതെ ആ സമയത്ത് സുബഹി കഴിഞ്ഞുള്ള സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ, അവരെ കുറിച്ചിട്ട് പറയുന്നത് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹത്തിന് ഒരു കുട്ടി അങ്ങനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഖുബ് അതനാമു ഫി സ്സാഅത്തി അല്ലതി തുഖ്സമു ഫിഹൽ അർസാഖ്,
റിസ്ക് വീതം വെക്കുന്ന ഈ സമയത്താണോ നീ കിടന്നുറങ്ങുന്നത്? എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. എഴുന്നേൽക്കാൻ പറയാണ്. അപ്പം ആ നേരത്ത് ഒരാൾക്ക് അതിനുള്ള കച്ചവടം ചെയ്യാനുള്ള വകുപ്പുണ്ട് എങ്കിൽ ആ നേരത്ത് കച്ചവടം ചെയ്തതിൽ ബർക്കത്തുണ്ടാകും. അതായത് കുറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഒരുപാട് റിസ്ക് കൊണ്ടുവരാൻ ആ നേരത്തിന് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം. ഫംശു ഫി മനാകിബിഹ വകുലു മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നിങ്ങൾ ഭക്ഷിക്കുക, അല്ലാഹുവിലേക്കാണ് മടക്കം. പരിശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്നാൽ കിട്ടാത്തത് വേറൊരു നാട്ടിൽ പോയാൽ കിട്ടും. പരിശ്രമിക്കണം, റിസ്കിന് വേണ്ടി പരിശ്രമിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോഴും അതിൻ്റെ സബബുകൾ എന്തുണ്ടോ അത് ചെയ്യണം. ചില ജോലികൾ ചില സ്ഥലത്ത് പോകേണ്ടി വരും, ചില കച്ചവടത്തിന് ചില സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. ഈ പറയുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അത് പരിശ്രമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ് വലാ തഅജസ്. നീ നിനക്ക് ഉപകരിക്കുന്ന കാര്യത്തിൽ അതീവ തൽപരനായി തീരുക, അള്ളാഹിന്റെ സഹായം തേടുക. വലാ തഅജസ്, നീ അശക്തനായി മടിയനായിരിക്കരുത്, നീ കഴിയുന്നില്ല എന്ന രൂപത്തിൽ ഇരിക്കരുത്, പണിയെടുക്കണം. ഒരു മുസ്ലിം എന്ന് പറയുന്നത് നല്ല സമ്പത്തുണ്ടാക്കാൻ, നല്ല അധ്വാനിച്ച് നല്ല ഉമ്മത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരുപാട് സമ്പത്തുണ്ടാക്കുക എന്നുള്ള നല്ല കാര്യമാണ്. ഒരിക്കലും സമ്പത്ത് ഉണ്ടാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് നിരുപാധികം ദമ്മ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല, ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദീനിൽ മുഴുവൻ നേരെ ഇബാദത്തെടുത്ത് ആരും അങ്ങനെ വലിയ കച്ചവടത്തിലേക്കോ വലിയ സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തിലേക്കോ പോകരുത് എന്നുള്ള നിർദ്ദേശം ഇവിടെയില്ല. ഒരുപാട് സ്വഹാബിമാർ വലിയ ധനികരായിരുന്നു, വലിയ കച്ചവടക്കാരായിരുന്നു. പക്ഷെ അവരെല്ലാം ഈ കാര്യങ്ങൾ പാലിക്കുന്നവരാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിക്കുന്ന ആളുകളാണത്. അതൊക്കെ കൊണ്ടാണ് അവർക്കൊക്കെ റിസ്കിൽ വിശാലത ഉണ്ടായത്. അഥവാ നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ പരിശ്രമിച്ച് ഒരുപാട് സമ്പത്തുണ്ടാക്കി ആ ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഇതെൻ്റെ ദീനിന് ചെലവഴിക്കും എന്ന നീയത്തോടു കൂടിയാണെങ്കിൽ അത് വലിയ ഹൈറായ കാര്യമാണ്. ഒരുപാട് നീയത്ത് എനിക്ക് മറ്റൊരാളുടെ കയ്യിൽ കൈ നീട്ടേണ്ടി വരികയില്ല, എനിക്കെൻ്റെ കുടുംബത്തിന് നന്നായി നോക്കാം, എൻ്റെ കുടുംബ ബന്ധമൊക്കെ പുലർത്താൻ ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് ഉപയോഗിക്കാം, എൻ്റെ നാട്ടിലും എൻ്റെ ദീനീ സേവനങ്ങൾക്കുമൊക്കെ ഇത് ഉപയോഗിക്കാമെന്നുള്ള നീയത്തിൽ നീ നന്നായി സമ്പാദിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ നീ നിൻ്റെ അടിസ്ഥാനങ്ങൾ മറന്നു പോകാൻ പാടില്ല. അള്ളാനെ മറന്നുകൊണ്ട് സമ്പാദിക്കുക എന്നുള്ളതല്ല. ഹലാലായ രൂപത്തിൽ നീ എത്ര കണ്ട് നന്നായി സമ്പാദിക്കും എന്നൊന്നും യാതൊരു ആക്ഷേപിക്കപ്പെടുന്ന കാര്യവുമല്ല എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ചുരുങ്ങിയ നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ റിസ്കിൽ വിശാലത നൽകുകയും പല രൂപത്തിലെ സാമ്പത്തിക ബാധ്യതകളും പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ അറുതി നൽകുകയും ഒക്കെ ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമ്മളവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.